സൗഹാർദ്ദങ്ങൾ മിനുക്കാനുള്ള ഒരു വേദി കൂടി ആവുകയാണ് കൊട്ടിയൂർ അമ്പലം. എന്നെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. ഇത് ശാന്തി, പേര് പറഞ്ഞു പേരിൽ പോലും ഒരു തമ്മിൽ വലിയ സാമ്യമുണ്ട് കേട്ടോ. ഇവർ ഒരുമിച്ച് പഠിച്ചവർ. ശാലിനി എന്റെ കൂട്ടുകാരി, ഇത് ശാന്തി ഒന്നുകൂടി പറയും. ശാലിനി എന്റെ കൂട്ടുകാരി. അപ്പൊ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ് മാമ. ഓക്കെ, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഇത്ര അടുത്തിരിക്കാൻ കാരണം എന്താ, വേറെ ആരും കൂട്ടത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളാണ് ക്ലോസ്. ശാലിനിയുടെ മക്കളുണ്ട് ഇതിൽ, ശാന്തിയുടെ മക്കളുണ്ട്, ഇത് ശാലിനിയുടെ അവരുടെ റിലേറ്റീവ്സും ഉണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഛായ. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള ഇല്ല, ഇതുവരെ പണങ്ങിയിട്ടില്ല. എന്താണ് ശാലിനിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? അവൾക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. നമുക്കില്ലേ ആത്മാർത്ഥത? അവർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് വിട്ടുകളയാൻ തോന്നാറില്ല അല്ലേ? അമ്മയുടെ ഈ കൂട്ടുകാരി ഒരുപാട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമല്ലോ സ്പെഷ്യൽ ഒക്കേഷൻ? എപ്പോഴും സ്പെഷ്യൽ ഒക്കേഷൻ അല്ലേ? എപ്പോഴും. മോള് പറയാം, മോക്ക് ആന്റിയെ എങ്ങനെയാണ് ഇഷ്ടം? ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പിന്നെ ഇതാണ് ശാലിനിയുടെ മോള്. സോറി ശാലിനിയുടെ മോള്. ശാലിനി അമ്മ ഇവരൊക്കെ ഇത്രയും സ്നേഹിക്കുമ്പോ ഇച്ചിരി കുശുമ്പ് തോന്നാറുണ്ട്. ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആന്റി ഭയങ്കര ഇഷ്ടമാണ്. കുശുമ്പില്ലേ? ഇല്ല. ശരിക്കും സാർ എന്താ ചെയ്യുന്നത്? ഞാൻ പോലീസിലാണ്. ഒരു പോലീസുകാരുടെ വീട്ടിൽ കയറിയിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. സാർ എന്താ ചെയ്യുന്നത്? ഞാൻ കൊക്കക്കോള കമ്മിലാവും പറിക്കാം. ഇവരുടെ ഭർത്താക്കന്മാരും ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് വരാൻ സാധിക്കുന്നത്. അപ്പൊ അച്ഛനല്ലേ കൂടുതൽ ഇഷ്ടമാവേണ്ടത്? അമ്മയല്ല, അച്ഛൻ. നമുക്ക് തമാശ വിടാം. കൊട്ടിയൂർ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതു. അനുഭവം എന്ന് വെച്ചാൽ മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. മുമ്പ് കുറെ ആയിക്കോട്ട് വരുന്നു, എല്ലാ വർഷവും വരാറുണ്ട്. അപ്പം അതുപോലെ ഇപ്പം നിലമൊക്കെ ഇത് ഇന്റർലോക്കൊക്കെ പാകി ഇപ്പൊ ആ ഒരു പഴമ നഷ്ടപ്പെട്ടു. അതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. പഴയതായിരുന്നു നല്ലത് അല്ലേ? ശാന്തി പറയും. ശാന്തിക്ക് അങ്ങനെ കുറച്ചും കൂടി ഇത് പ്രായമുള്ളവർക്കെല്ലാം ഭയങ്കര സഹായമായിരിക്കും ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. എപ്പോഴും പഴയ നിലനിർത്തുന്നുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഒരുപാട് പൊരുത്തമുണ്ട്, പക്ഷെ വൈരുദ്ധ്യമുണ്ട്. ഈ പുള്ളിക്കാരി പറഞ്ഞു പഴമ നഷ്ടപ്പെട്ടു. ഇല്ലില്ല, പ്രായമായവർക്ക് ഇതാ നല്ലത്. പക്ഷെ അത് രണ്ടുപേരും അംഗീകരിക്കുന്നിടത്താണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഇപ്പൊ കസിൻസ് ആയാലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തായാലും വലിയ സന്തോഷം. നല്ല നിറഞ്ഞ ചിരിയോടെ നിങ്ങൾ എല്ലാവരും ഇടയിൽ എല്ലാ മക്കളും നല്ല സുന്ദരി മക്കളാണ്. സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കും. സോറി ഒന്നുകൂടെ തിരുത്തൽ. അമ്മമാരും അച്ഛന്മാരും സുന്ദരനും സുന്ദരിയുമാണ്, ഒപ്പം കുട്ടികളും. പോരെ?